അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശവും ഇന്ത്യൻ ഭരണഘടനയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഓരോ അവകാശങ്ങളുണ്ട് പല രീതിയിൽ. പൊളിറ്റിക്കൽ റൈറ്റ്, സോഷ്യൽ റൈറ്റ്, എക്കണോമിക് റൈറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹ്യൂമൻ റൈറ്റ്, മനുഷ്യൻ്റെ അവകാശം. ഇതിൽ പറയുന്നത് മെമ്പർ ഓഫ് എ ഹ്യൂമൻ ഫാമിലി, മനുഷ്യ കുടുംബം എന്നുള്ള മനുഷ്യ കുടുംബത്തിലൊരു അംഗം എന്നുള്ള നിലയിൽ ഓരോ വ്യക്തിക്കും ഓരോ റൈറ്റ് ഉണ്ട്. അതിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇപ്പം മൃഗങ്ങൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ടാവും, അതുപോലെ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങൾ വരുന്നുണ്ട്. അതിനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതുകൊണ്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റുക. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യ കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ ഓരോ വ്യക്തിക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ടും അതുപോലെ അനിഷേധ്യവുമായിട്ടുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. അത് ജാതി, മതം, ലിംഗം തുടങ്ങിയവയൊന്നും കണക്കിലെടുക്കാതെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വ്യക്തിക്ക് ജന്മനാ കിട്ടുന്ന ഈ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശം എന്ന് പറയാം. ഈ ഒരു അവകാശം ഇന്നോ ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല. ആൻഷ്യൻ്റ് സമയത്ത് കുറേ കാലം മുന്നേ തന്നെ മനുഷ്യൻ ജനിച്ച ആ ഒരു സമയം മുതൽ തന്നെ എന്താണ് ഈ ഒരു ലോകത്തുള്ളതാണ് ഈ ഒരു മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് നാച്ചുറൽ റൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ലോ, പ്രകൃതിദത്തമായിട്ടുള്ള നിയമങ്ങളും അവകാശങ്ങളും. സോ അതിനോട് തന്നെ പഴക്കമുള്ളതാണ് ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. UN ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ നിർവചിച്ചിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥയിൽ അന്തർലീനമായിട്ടുള്ളത് നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാൻ നിർബന്ധിതമായിട്ടുള്ള അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് ഒരുപാട് അവകാശങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാം എന്നാണ് UN നിർവചിച്ചിട്ടുള്ളത്. ഈ ഒരു മനുഷ്യാവകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയത് 1948 ഡിസംബർ 10 നടന്ന UDHR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാർവത്രികമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ അവകാശങ്ങൾക്കും മറ്റൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകി. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനുണ്ടാവുന്ന അവകാശങ്ങൾ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജനിച്ച സ്ഥിതിക്ക് ഒരുപാട് അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1948 UDHR ഡിസംബർ 10 അത് നടന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കുക. ഇനി ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് മനുഷ്യാവകാശത്തിൻ്റെ പ്രാധാന്യം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് ആർട്ടിക്കിളുകൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ UDHRലും മറ്റൊക്കെ തുടക്കത്തിൽ തന്നെ ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന 1950 ജനുവരി 26 ആ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ തന്നെ ഒരുപാട് മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഫണ്ടമെൻ്റൽ റൈറ്റിൽ പറയുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഓൾറെഡി ആർട്ടിക്കിളുകളെ കുറിച്ചും മറ്റൊക്കെ മുന്നേ പഠിച്ചതാണ്. എന്നാലും ഏതൊക്കെ ആർട്ടിക്കിളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. ഒന്ന് ആർട്ടിക്കിൾ ഫസ്റ്റത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ആർട്ടിക്കിൾ 14, 15, 16 ഇതാണ് കൃത്യമായിട്ട് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശം, അതിലാണ് പറയുന്നത്. പിന്നീട് ആർട്ടിക്കിൾ 19 നോക്കുകയാണെങ്കിൽ 6 ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ കൂട്ടം കൂടാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും എന്താണ് ഈ 6 ആർട്ടിക്കിളുകൾ ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ. അതിൽ ആർട്ടിക്കിൾ 20, 21, 22 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അതിൽ പ്രധാനമായിട്ടും ഒന്ന് പറയുന്നത് 20-ാമത്തെ ആർട്ടിക്കിൾ
പിന്നെ ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24, അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ, പിന്നെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ഫണ്ടമെൻ്റൽ റൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ആർട്ടിക്കിളുകളും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21 പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതമോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കരുതെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ ഭരണഘടന പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്താണ് ഒരു ഹനിക്കാതിരിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം നൽകുന്നു. അതുപോലെ മലിനീകരണമില്ലാതെ വെള്ളവും വായുവും അതുപോലെ സംരക്ഷണമൊക്കെ എന്താണ് നമുക്ക് നൽകുന്നത്. അതുപോലെ സ്വകാര്യതയ്ക്കുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, അതുപോലെ ആർട്ടിക്കിൾ 21A പറയുന്നുണ്ട് 14 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതുപോലെ സൗജന്യ നിയമ സഹായത്തിനുള്ള അവകാശം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗമാണ് DPSP. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുക്കുകയാണെങ്കിൽ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നമ്മൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. അതിലൊരുപാട് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നോട്ട്സിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഞാൻ എന്നാലും കുറച്ച് ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന്, നമ്മൾ മതിയായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 39A പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 39E പറയുന്ന സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതുപോലെ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, അതുപോലെ ആർട്ടിക്കിൾ 41 പറയുന്ന വിശ്രമത്തിനുള്ള അവകാശം, തൊഴിലില്ലായ്മ, വാർദ്ധക്യം എന്നിവയ്ക്കുള്ള പൊതുസഹായത്തിനുള്ള അവകാശങ്ങൾ, അതുപോലെ ജോലിക്കിടയിലും പ്രസവാവധി, ജോലിക്കിടയിൽ മറ്റേണിറ്റി ലീവ്, അതുപോലെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ പട്ടികജാതി പട്ടികവർഗ മറ്റ് ദുർബല വിഭാഗങ്ങളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ പോഷകാഹാരങ്ങളും മറ്റൊക്കെ നൽകി പൊതുജന ആരോഗ്യം മറ്റൊക്കെ മെച്ചപ്പെടുത്തുക. കൃഷി, മൃഗസംരക്ഷണം, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപ്പെടുത്തൽ, അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ, തുല്യനീതി, അതുപോലെ സൗജന്യ നിയമസഹായം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവകാശങ്ങളെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുക. അത് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ വന്നിട്ടുള്ളത് അതാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും ഫണ്ടമെൻ്റൽ റൈറ്റിലും പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റിലും പാർട്ട് 4 DPSPയിലാണ് പറയുന്നത്. ആ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്.